നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ അഭിമുഖത്തിൽ ദി ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പരാമർശം PR ഏജൻസി എഴുതി നൽകിയതാണെന്നും മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതിനാൽ ഖേദിക്കുന്നുവെന്നും പത്രം വ്യക്തമാക്കി. അതേസമയം അഭിമുഖം തയ്യാറാക്കിയതിലെ പങ്ക് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള PR ഏജൻസി കേസൻ സ്ഥിരീകരിച്ചു. അഭിമുഖത്തിന് സൗകര്യമൊരുക്കിയത് ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിംഗ് ആണെന്ന് കേസൻ ഗ്രൂപ്പ് പ്രസിഡന്റ് നിഖിൽ പവിത്രൻ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു. അഭിമുഖ സമയത്ത് താൻ ഒപ്പമില്ലായിരുന്നുവെന്ന് നിഖിൽ പവിത്രൻ വിശദീകരിച്ചു. സെപ്റ്റംബർ 29 നടന്ന അഭിമുഖത്തിൽ PR ഏജൻസിയുടെ 2 പ്രതിനിധികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അഭിമുഖം അരമണിക്കൂർ നീണ്ടുനിന്നു. തുടർന്ന് PR ഏജൻസി പ്രതിനിധികളിൽ ഒരാൾ അഭിമുഖത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല ഇടപാട് വിഷയങ്ങൾ ചേർക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഈ പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്നും പ്രതിനിധി അവകാശപ്പെട്ടു. PR ഏജൻസി പ്രതിനിധി രേഖാമൂലം അഭ്യർത്ഥിച്ചതോടെയാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്തിയതെന്നാണ് ദി ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ നിന്ന് വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുകയാണെന്ന് ദി ഹിന്ദു അറിയിച്ചു. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് വന്നത്. കേസൻ എന്ന PR ഏജൻസി നൽകിയ അഭിമുഖം പരിശോധന നടത്താതെ പ്രസിദ്ധീകരിച്ചതാണ് പത്രത്തിന് പണി കിട്ടിയതെന്നാണ് വിശദീകരണം. 123 കോടി ഹവാല പണവും 150 കിലോ സ്വർണവും കഴിഞ്ഞ 5 വർഷത്തിൽ മലപ്പുറത്ത് നിന്ന് പിടിച്ചു. ഇവ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും എതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയെ ഉദ്ധരിച്ച് ഹിന്ദു നൽകിയ അഭിമുഖം. ഈ അഭിമുഖം വിവാദമായതോടെയാണ് പ്രതികരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയത്. അഭിമുഖത്തിലെ വിവാദ പരാമർശത്തിൽ ഹിന്ദു പത്രത്തിന് കത്ത് നൽകിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചെന്നും തെറ്റായ വ്യാഖ്യാനം വിവാദങ്ങൾക്ക് ഇടയാക്കിയെന്നും കത്തിൽ പറയുന്നു. ഒരു സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കാൻ വിശദീകരണം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ നിലപാടല്ല വിവിധ വരികളിലുള്ളത്. കള്ളക്കടത്ത് സ്വർണവും പണവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ പ്രദേശത്തെയോ പരാമർശിച്ചിട്ടില്ല. വാർത്തയിലെ തെറ്റായ വ്യാഖ്യാനം അനാവശ്യ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചെന്നും കത്തിൽ പറയുന്നു. പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിശ്വസ്ത പത്രം എന്ന നിലയിൽ ഈ സെൻസിറ്റീവ് വിഷയത്തിൽ വ്യക്തത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് ഈ വിഷയത്തെ ഉടനടിയും പ്രാധാന്യത്തോടെയും അഭിസംബോധന ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ കാഴ്ചപ്പാടുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തത പൊതുധാരണ പുനഃസ്ഥാപിക്കുന്നതിനും കൂടുതൽ ദുർവ്യാഖ്യാനങ്ങൾ തടയുന്നതിനും നിർണായകമാകും എന്നും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു. മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇതിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തിയിരുന്നു. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാമർശം എന്ന് വ്യക്തമാക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. ഡൽഹിയിലെ സംഘപരിവാർ ഏമാന്മാരെ സന്തോഷിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമെന്നും മുഖ്യമന്ത്രി നടത്തുന്നത് RSS ബാന്ധവം പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണെന്നും സതീശൻ വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ഡൽഹിയിലെ സംഘപരിവാർ ഏമാന്മാരെ സന്തോഷിപ്പിക്കാനുള്ളതാണ്. നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ ഇതുവരെ പറയാത്ത കാര്യമാണ് ഡൽഹിയിൽ വെച്ച് ദേശീയ മാധ്യമത്തോട് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണക്കടത്തിലൂടെ പണം ലഭിച്ചെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും പോലീസും സ്വീകരിച്ചതെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് ശരിയെങ്കിൽ അത് ഗൗരവ സ്വഭാവമുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത്ര നാൾ ഇക്കാര്യം മറച്ചു വെച്ചത് എന്തിന്? ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മാത്രം നൽകി ഒതുക്കേണ്ട വിഷയമല്ലിത്. സംഘപരിവാറുമായി മുഖ്യമന്ത്രിക്കും CPMനുമുള്ള അവിശുദ്ധ ബാന്ധവം പ്രതിപക്ഷം തുറന്നു കാട്ടിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. RSS ബാന്ധവം പുറത്തായതിൻ്റെ ജാള്യത മറയ്ക്കാനുള്ള പരിചയമായി മാത്രമേ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ കാണാനാകൂ എന്നും സതീശൻ പറഞ്ഞിരുന്നു.